ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഈരാറ്റുപേട്ട നഗരസഭയുടെയും വിവിധ സാമൂഹിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വടക്കേക്കര പാലത്തിന് സമീപം ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഫ്ന അമീൻ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ അൻസർ പുള്ളോലിൽ, നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് വി.എം. മുഹമ്മദ് ഇല്യാസ്, പി.എം. അബ്ദുൽ ഖാദർ, സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വളണ്ടിയർമാരും ഉദ്യോഗസ്ഥരും മാലിന്യ വിമുക്ത പ്രതിജ്ഞയെടുത്തു. IRW, MES, ടീം റെസ്ക്യൂ ഫോഴ്സ്, AIYF നേതൃത്വത്തിൽ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ്, മുസ്ലിം ഗേൾസ് സ്കൂൾ, NSS വളണ്ടിയർമാർ, നഗരസഭ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗ്, ടീം എമർജൻസി തുടങ്ങിയവരും വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ KSRTC ബസ് സ്റ്റാൻഡും ബസ്സുകളും ശുചീകരിച്ചു. IRW പ്രവർത്തകർ നഗരസഭ മാതാക്കൽ ഡിവിഷനിലെ അള്ളുങ്കൽ തോടും പാതയോരങ്ങളും ശുചീകരിച്ചപ്പോൾ MES നേതൃത്വത്തിൽ ടൗണിലെ മാലിന്യങ്ങൾ നീക്കിയും പുല്ലുകൾ പറിച്ചും കർമ്മരംഗത്തിറങ്ങി. ഹരിതകർമ്മ സേനാംഗങ്ങൾ പേഴുങ്കാട്ടിലെ പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രവും നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ വടക്കേക്കര പാലത്തിനു താഴെയുള്ള പ്രദേശങ്ങളും ശുചീകരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കാരക്കാട് റോഡിലെ കുഴികൾ അടയ്ക്കുകയും പാതയോരങ്ങൾ വൃത്തിയാക്കുകയും ചെയ്തു. ടീം റെസ്ക്യൂ ഫോഴ്സിന്റെയും മുസ്ലിം ഗേൾസ് സ്കൂൾ NSS വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു. ഇവിടെ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ PP താഹിറ, നഗരസഭാ കൗൺസിലർ PM അബ്ദുൽ ഖാദർ, ഈരാറ്റുപേട്ട സർക്കിൾ ഇൻസ്പെക്ടർ KJ തോമസ്, ടീം എമർജൻസി ട്രഷറർ ആരിഫ് എന്നിവർ സംസാരിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഫ്ന അമീൻ, ക്ലീൻ സിറ്റി മാനേജർ T. രാജൻ, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PS വിശ്വം, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VH അനീസ, VH ജഫീസ്, ജെറാൾഡ് മൈക്കിൾ, KSW MP എഞ്ചിനീയർ സിമി റോസ്, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ സിബി പോൾ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു.